സോ എന്തായാലും ഇപ്പോൾ ഒരു തോക്കുന്ന അവസ്ഥയിലാണ് ഇന്ത്യ ഉള്ളത്. സോ എന്തായാലും ഞാൻ ചിരിച്ചുകൊണ്ട് പറയുന്നത് പ്രത്യേകിച്ചൊന്നും കൊണ്ടല്ല. സഞ്ജു സാംസൺ ഉറപ്പായിട്ടും ഈ ഒരു വേൾഡ് കപ്പിൽ കളിക്കേണ്ട താരം തന്നെയാണ്. സൂര്യകുമാർ യാദവിന് ഇത്ര അവസരം കൊടുക്കുക, എല്ലാവർക്കും ഇത്ര അവസരം കൊടുക്കുക. പിന്നെ എന്താണ് സഞ്ജു സാംസൺ ഒരു അവസരം കൂടെ കൊടുത്താൽ? സോ എന്തായാലും ഇഷാൻ കിഷൻ നീണ്ട് കിടക്കുന്നു, അങ്ങോട്ട് ചെന്നു 16 ബോളിൽ 20 റൺസ് എടുത്തു. ഇത് സഞ്ജു സാംസൺ ഇത് ചെയ്യുന്നതാണ്. പുള്ളി എന്തായാലും ഇതിനെക്കാട്ടി കുറച്ച് ബോളിൽ 20 റൺസ് എടുത്തതിനെ വരുന്നു, അങ്ങനെ കുറച്ച് ബോളെങ്കിലും ലാഭിച്ചു കൊടുത്തതിനെ വരുന്നു. ഇഷാൻ കിഷൻ നീണ്ടു കിടക്കുന്നു. സോ എന്തായാലും എന്ത് പറയാനാണ് അല്ലേ? സൂര്യകുമാർ യാദവ് റൺസ് എടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല, തിലക് വർമ്മ റൺസ് എടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല, അഭിഷേക് ശർമ്മ റൺസ് എടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല, ഇവർക്കൊക്കെ ഡക്കിന് ഔട്ടായി പോകാം. സഞ്ജു സാംസൺ മാത്രം എന്താ പറയുക, ഒരു വല്ലാത്ത ടൈപ്പ് ഓഫ് അപ്രോച്ചാണ് മാനേജ്മെൻറ്റ് കാണിക്കുന്നത്. ആകെ നമ്മളെ അടിച്ചത് ശുഭ്മാൻ ഗില്ലിനെതിരെ ഉണ്ടായ ഒരു അപ്രോച്ചാണ്. സോ അത് കഴിഞ്ഞ് സഞ്ജു സാംസണ് എന്താ പറയുക, സ്റ്റിൽ പുള്ളി ന്യൂസിലൻഡിനെതിരായിട്ടുള്ള ഫോം ഔട്ടായിരുന്നു. ബട്ട് എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത് പുള്ളി വേൾഡ് കപ്പിൽ തിരിച്ചു വരുമെന്ന് തന്നെയാണ് എൻ്റെ മനസ്സ് പറഞ്ഞത്. അല്ലെങ്കിൽ സഞ്ജുവിനെ പോലെ ബാറ്റ്സ്മാൻ വേണം അവിടെ ആ വിക്കറ്റ് കീപ്പിങ്ങിലും. കാരണം പുള്ളി ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് എല്ലാ പ്ലേസിനും കൊടുക്കുന്നൊരു വ്യക്തിയാണ്. സോ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ കാണുന്നതിൽ ഗുഡ് ബൈ.